തന്ത്രം എന്ന് പറയുന്നത് സാധനയുടെ തലത്തിൽ അതിനെ പഠിച്ച് മുന്നോട്ട് പോകാം. അതല്ലാതെ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ക്രിയാപരമായിട്ട് തന്ത്രത്തിൻ്റെ 4 ഡിവിഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യോഗപാദമുണ്ട്, ജ്ഞാനപാദമുണ്ട്, ക്രിയാപാദമുണ്ട്, ചര്യാപാദമുണ്ട്. അതിൽ ക്രിയാപാദവും ചര്യാപാദവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ പൂജകളൊക്കെ അതിൽ പെടുന്നതാണ്. അതല്ല, നമ്മുടെ ഗാർഹസ്ഥ്യമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്ത്രസാധനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനൊരു മെത്തേഡുണ്ട്. അതിനെ സമ്പ്രദായം എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഗുരുപരമ്പരയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഠിച്ച ഒരു പരമ്പരയിലല്ലാതെ വേറൊരു പരമ്പരയിലാണ് പഠിക്കുന്നതെങ്കിൽ സാധനാ സമ്പ്രദായങ്ങൾ പറയുന്ന ഉപാസന പദ്ധതികളും ധ്യാനവും മന്ത്രവും എല്ലാം കറക്റ്റായിരിക്കും. ന്യാസക്രമങ്ങളും തന്ത്രത്തിന് കുറേ ടെക്നിക്കൽ സൈഡുണ്ട്, അതെല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ആചരണ രീതി വലിയ വ്യത്യാസമായിരിക്കും. അപ്പോൾ കൺഫ്യൂഷനാവും. ഇപ്പോൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ തന്നെ പുസ്തകങ്ങൾ പലതും വായിക്കുമ്പം മന്ത്രമഹോദതിയിൽ പറയുന്ന രീതിയല്ല ശ്രീവിദ്യാ തത്വചിന്താമണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ സൗന്ദര്യലഹരിയിൽ പറയുന്ന രീതിയിലല്ല ദശമഹാവിദ്യ മഹാതന്ത്രം മഹാശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അതിലെ പഞ്ചഭൂത തത്വങ്ങളും പലതും വ്യത്യസ്തമാണ്. ഭയങ്കര വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ വരും. അപ്പോൾ കൺഫ്യൂഷനാവും, പെട്ടുപോവും. ഇപ്പം എന്തു ചെയ്യും? ഒരു ഗുരുനാഥൻ്റെ കീഴിൽ നമ്മുടെ രീതികൾക്കും നമ്മുടെ സ്വഭാവത്തിനും അനുസരിച്ചുള്ളൊരു ഗുരുനാഥൻ്റെ കീഴിലേക്ക് പോയി അത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പം ആ ഗുരു നോക്കി നമ്മുടെ രീതികൾ മനസ്സിലാക്കി ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്ന് മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന പല മാറ്റങ്ങളെയും നോക്കി, ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും നോക്കി, കുറച്ച് കാലം ഒബ്സർവേഷൻ വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ മൈൻഡ് സെറ്റുകൾ നോക്കി പല കാര്യങ്ങൾ നോക്കിയിട്ട്, പിന്നെ ഒരുപാട് കോഷ്ടചിന്തകളുണ്ട് ജ്യോതിഷത്തെയും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ദേവതയെ നിശ്ചയിക്കും. അല്ലാതെ എല്ലാവർക്കും ശ്രീവിദ്യ, എല്ലാവർക്കും കാളി, എല്ലാവർക്കും ശിവൻ, എല്ലാവർക്കും കൃഷ്ണൻ, ഇതെല്ലാം മഹാവിദ്യകൾ തന്നെയാണ്. ഇതെല്ലാം ബാക്കി എല്ലാ മഹാവിദ്യ അല്ല, ഇത് മാത്രമാണ് ശരി, ഈ മഹാമന്ത്രം മാത്രമാണ് ശരി, അല്ലെങ്കിൽ ശ്രീവിദ്യ മാത്രമാണ് ശരി, ശ്രീവിദ്യയോട് അത്രയും വലിപ്പമുള്ള വേറൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മഹാവിദ്യകളെല്ലാം മോക്ഷദായകങ്ങളാണ്. ശ്രീവിദ്യ പോലെ തന്നെയാണ്, ത്രിപുരസുന്ദരിയുടെ പദ്ധതി പോലെ തന്നെയാണ് കാളിയുടെ പദ്ധതിയും, കാളിയുടെ പദ്ധതി പോലെ തന്നെയാണ് ചിന്നമസ്തയുടെയും. അതിനത്രയും ഈ ശ്രീവിദ്യയിലെ നവാവരണ പൂജ പോലെ തന്നെ അതിനകത്തും ആവരണ പൂജകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്, പലതരത്തിലുള്ള ഉപാസനാ ബന്ധാവുകളുണ്ട്. ശ്രീവിദ്യ എല്ലാവരും ഒരുപാട് പേര് സാധന ചെയ്തിട്ടുള്ളതുകൊണ്ടും കുറച്ച് പ്രശസ്തമായിട്ടുള്ളത് കൊണ്ടാണ്, അതിനൊരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുള്ളത് കൊണ്ടും വ്യാഖ്യാനങ്ങൾ ധാരാളം ശ്രീവിദ്യാ തന്ത്രഗ്രന്ഥങ്ങളെ പറ്റിയും ശ്രീചക്രത്തെ പറ്റിയും ലളിതാ സഹസ്രനാമത്തെ പറ്റിയും ഒക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് കൂടുതൽ അറിയുന്നത്. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായിട്ടുള്ള ലളിതാ സഹസ്രനാമമാണ് അറിയുന്നത്. ഒരുപാട് ലളിതാ സഹസ്രനാമങ്ങളുണ്ട്. ത്രിപുരസുന്ദരി യന്ത്രങ്ങൾ ശ്രീചക്രം മാത്രമല്ല, ഒരുപാട് ത്രിപുരസുന്ദരി യന്ത്രങ്ങളുണ്ട്. അപ്പം എല്ലാം കൂടെ കൺഫ്യൂഷനായിപ്പോൾ. ഇപ്പം എന്ത് ചെയ്യണം? ഹൗ ടു ലേൺ തന്ത്ര എന്നുള്ള ക്വസ്റ്റിനുള്ള ഉത്തരം എന്താ? നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആരാണ് ഈ നല്ല ഗുരുനാഥൻ? അത് ഗുരുവിനെ കുറിച്ച് നമ്മളൊരു സീരിയസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കണം ഗുരു? ഏതൊക്കെ തരത്തിലുള്ള ഗുരുവുണ്ട്? അനുഭവമുള്ള ഗുരുവുണ്ട്, അറിവും അനുഭവമുള്ള ഗുരുവുണ്ട്, അനുഭവം മാത്രമുള്ള ഗുരുവുണ്ട്, പല തരത്തിലുള്ള ദീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്, തീവ്ര ദീക്ഷയുണ്ട്, തീവ്രതര ദീക്ഷകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാരാണ്? സാധാരണ പശുക്കളായിട്ടുള്ള നമുക്ക്, സാധാരണ മനുഷ്യരായിട്ടുള്ളവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സമ്പ്രദായങ്ങൾ പഠിക്കാം, എവിടെയൊക്കെയാണ് സ്പിരിച്വാലിറ്റി നമ്മളെ പറ്റിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യും. ഇതൊരു പഠനം പോലെയാണ്. ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഇതല്ല. ഇതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ യുക്തിക്ക് ചേരുന്നതെടുത്തിട്ട് നിങ്ങൾ പുതിയ വിഷയങ്ങളിലേക്ക് പോയി നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൻ്റെയും എൻ്റെ അനുഭവത്തിൻ്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് നിങ്ങളുടെ അനുഭവമായി മാറും. എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ കുറേ നിങ്ങളുടേതായ ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഗുരുക്കന്മാരെ കിട്ടും. ഭാരതത്തിൽ ശിഷ്യന്മാർ കുറഞ്ഞാലും ഗുരുക്കന്മാർക്ക് ഒരു കുറവും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ശാസ്ത്രങ്ങളിൽ.